ആധുനിക യന്ത്രങ്ങളൊന്നുമില്ലാത്ത കാലത്ത് വെറും ഉളിയും ചുറ്റികയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ നിർമ്മിച്ച ലോകത്തിലെ ആ 8ാമത്തെ അത്ഭുതം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഔറംഗാബാദ് സീരീസിലെ 14ാമത്തെ പാട്ടാണിത്. ക്രിസ്തുവർഷം 6ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് എല്ലോറ ഗുഹകൾ നിർമ്മിക്കപ്പെടുന്നത്. രാഷ്ട്രകൂടർ, ചാലൂക്യർ, യാദവർ തുടങ്ങിയ പ്രശസ്തമായ രാജവംശങ്ങളുടെയും അന്നത്തെ വ്യാപാരികളുടെയും പ്രോത്സാഹനത്തിലാണ് ഈ അത്ഭുതം സൃഷ്ടിക്കപ്പെടുന്നത്. ചരണാദ്രി കുന്നുകളുടെ കുത്തനെയുള്ള ബസാൾട്ട് പാറകൾ കൊത്തിയാണ് ഇവ നിർമ്മിച്ചത്. 34 ഗുഹകളുള്ള എല്ലോറ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന 3 പ്രധാന മതങ്ങളുടെ സഹിഷ്ണുതയുടെ കഥയാണ് പറയുന്നത്. എല്ലോറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയും ആകർഷണവും 16ാമത്തെ ഗുഹയായ കൈലാസനാഥ ക്ഷേത്രമാണ്. സാധാരണ ക്ഷേത്രങ്ങൾ കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി വെച്ച് താഴെ നിന്ന് മുകളിലേക്കാണ് പണിയാറുള്ളത്. എന്നാൽ കൈലാസ ക്ഷേത്രം ഒരു വലിയ കുന്നിനെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊണോലിത്തിക് സ്ട്രക്ചറുകളിലൊന്നാണ്. ഇനി നാടോടി കഥകൾ പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, രോഗബാധിതനായ രാജാവ് സുഖം പ്രാപിക്കുന്നതിനായിട്ട് രാജ്ഞി ശിവനോട് പ്രാർത്ഥിക്കാനിടയായി. രാജാവ് സുഖം പ്രാപിച്ചാൽ ഒരു വലിയ ശിവക്ഷേത്രം പണിയാമെന്നും ആ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണുന്നത് വരെ താൻ ഉപവസിച്ചു കൊള്ളാമെന്നുമാണ് രാജ്ഞി നേർന്നത്. അങ്ങനെ രാജാവ് സുഖം പ്രാപിക്കുകയും അന്നത്തെ പ്രശസ്തനായ ഖോഗസ എന്ന ശില്പി ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. താഴെ നിന്ന് പണിതാൽ ഗോപുരം കാണാൻ വർഷങ്ങൾ എടുക്കുമെന്നുള്ളതിനാൽ അദ്ദേഹം കുന്നിന്റെ മുകളിൽ നിന്നാണ് പണി തുടങ്ങിയത്. പണി തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗോപുരത്തിന്റെ ഭാഗം പൂർത്തിയാവുകയും രാജ്ഞിയുടെ ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ബാക്കി കഥ അടുത്ത പാട്ടിൽ പറയാം.